അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുമ്പ് മരണപ്പെട്ടു പോയ പല ആളുകളും ഇപ്പോൾ ഖബറിൽ എത്ര വർഷമായിട്ടുണ്ടാവും കിടക്കുന്നത്. 10, 100, 200 ഒക്കെ വർഷമായി അവർ ഖബറിൽ കിടക്കുന്നത്. പലരും പല വർഷങ്ങളായിരിക്കും അല്ലേ. എന്നാൽ അവർ ദുനിയാവിൽ എത്ര ജീവിച്ചത്? 60, 70, 80 ഒക്കെ ജീവിച്ച്. അപ്പോൾ ദുനിയാവിൽ ജീവിച്ചതിൽ ഉപരി അവർ ഭൂമിയുടെ അടിഭാഗത്ത് കഴിഞ്ഞു എന്നർത്ഥം. ഭൂമിയുടെ ഉപരിതലത്തിൽ താമസിച്ചതിനേക്കാൾ കൂടുതൽ വർഷങ്ങൾ ഭൂമിയുടെ അടിഭാഗത്താണ്, അന്തർഭാഗത്താണ് കഴിച്ചു കൂട്ടിയത്. ഇനി നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ വീടുണ്ടാക്കലുണ്ട്. ലക്ഷങ്ങൾ മുടക്കി, കോടികളൊക്കെ മുടക്കി വലിയ വീടുണ്ടാക്കും. ആ വീട്ടിൽ മാക്സിമം എത്ര വർഷം ഒരാൾ ജീവിക്കുക? 10, 50 ഒക്കെ വർഷമായിരിക്കും. കാരണം വീടുണ്ടാക്കാൻ 25, 30 വയസ്സൊക്കെ ആയിട്ടല്ലേ. പിന്നെ ഒരു 50, 80 ഒക്കെ വയസ്സാകുമ്പോൾ മരിച്ചാൽ 50, 60 കൊല്ലമൊക്കെ ആ വീട്ടിൽ അവൻ താമസിച്ചിട്ടുണ്ടാവും. അപ്പോൾ കോടികൾ മുടക്കി അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി ഉണ്ടാക്കിയ വീട്ടിൽ 10, 50 വർഷം. എന്നാൽ ഖബറാകുന്ന വീട്ടിലോ 50-ൻ്റെയൊക്കെ മേലെ കഴിഞ്ഞ ആളുകൾ പലരും നമ്മുടെ ഓർമ്മയിൽ തന്നെ ഉണ്ടാവും, ഒരു ഖബറിലായിട്ട്. അപ്പോൾ വൽബാഖിയാത്തു സ്വാലിഹാത്തു, ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ഈ സമ്പത്തും സന്താനങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ അത് ദുനിയാവിൻ്റെ സീനത്താണ്, ഭംഗിയാണ്. പിന്നെ ബാക്കിയുള്ളത് ഇപ്പം എന്താണ്? അതൊക്കെ ദുനിയാവിൻ്റെ ആഡംബരങ്ങളാണ്. ബാക്കിയുള്ളത് സ്വാലിഹാത്തു, സ്വാലിഹായ പ്രവർത്തനങ്ങളാണ്. അതേപ്പോൾ ബാക്കിയുണ്ടാവും. നമ്മളെ വീട് ഒരു 100 വർഷം മുമ്പ് ആരെ കയ്യിലായിരുന്നു? അതല്ലെങ്കിൽ നമ്മുടെ പറമ്പ് നമുക്കറിയില്ല. ഇനിയിപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടും പറമ്പും ഒരു 100 വർഷം കഴിഞ്ഞ് ആരെ കയ്യിലായിരിക്കും? അതും ഇപ്പം നമുക്ക് പറയാൻ പറ്റൂല. നമ്മുടെ വാഹനമല്ലേ, കാറ്, വണ്ടിയൊക്കെ, അതൊരു 100 വർഷം കഴിഞ്ഞാൽ ആക്രി സാധനങ്ങൾ തൂക്കിയെടുക്കുന്നവർ തൂക്കിയെടുത്ത് പോയിട്ടുണ്ടാവും. അപ്പം ഇതൊക്കെ അത്രേ ഉള്ളൂ. അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നീ ഓൾറെഡി ഖബറിലുള്ളവരുടെ കൂട്ടത്തിൽ കൂട്ടിയാൽ മതി. അത്രേ ഉള്ളൂ ഒരാളുടെ ജീവിതം. 100 വർഷത്തിന് മുമ്പ് നമ്മളതൊന്നും നമ്മളതല്ല. 100 വർഷം കഴിഞ്ഞാലോ അപ്പോഴും നമ്മളതല്ല. അപ്പോൾ കും ഫിദ്ദുന്യ കഅന്നക ഗരീബ്, വിദേശിയെപ്പോലെ ദുനിയാവിൽ നീ ജീവിച്ചോ. ഔ ഗാബിറു സബീൽ, അതല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ കടന്നു പോവുക, അത്രേ ഉള്ളൂ. ഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, നിൻ്റെ ശരീരം ഖബറിലുള്ളവരുടെ പട്ടികയിൽ നീ എണ്ണിയാൽ മതി. ഓൾറെഡി ഖബറിൽ കിടക്കുന്ന ഒരുപാട് ആളുകളില്ലേ. 50, 60, 100, 200, 500, 1000 ഒക്കെ വർഷമല്ലേ പലരും ഖബറിൽ കിടക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ നിന്നെയും നിനക്ക് ചേർക്കാം, കാണാം. അപ്പോൾ അത്രയും കുറഞ്ഞ സമയം ദുനിയാവിൽ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെയാണ്. അവിടെ ഉപകരിക്കുന്നത് വൽ ബാഖിയാത്തു സ്വാലിഹാത്തു വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, അതാണ് എന്നെന്നും ബാക്കിയാവുന്നത്. പക്ഷെ നമ്മുടെ ലൈഫ് മുഴുവനും, ജീവിതം മുഴുവനും അത് കംപ്ലീറ്റ് നമ്മൾ ചിലവഴിക്കുന്നത് ദുനിയാവിൽ സുഖസുന്ദരമായി ജീവിക്കാനും നല്ല വീട് പണിയാനും ഒക്കെയാണ്. എന്നാൽ ബുദ്ധിയുള്ള ആളുകൾ എന്താ ചെയ്യാന്നറിയോ? ഇന്നലില്ലാഹി ഇബാദം ഫൂത്തന തല്ലഖദ്ദുന്യ വഖാഫുൽ ഫിത്തന. ബുദ്ധിയുള്ള ആളുകളൊക്കെ ദുനിയാവിനോട് ഗുഡ് ബൈ പറഞ്ഞതാ. അവരാണ് ബുദ്ധിമാന്മാർ. ഒരു ദുനിയാവിന് വേണ്ടി എങ്ങനെ കെട്ടിമാറിയേ
അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക, അതൊന്നുമില്ല. അവർ നളറു ഫീഹ ഫലമ്മ ആലിമു, അവർക്ക് ബോധ്യമായ ദുനിയാവിനെ കുറിച്ച് ഒബ്സർവ് ചെയ്തപ്പോൾ അന്നഹാലേസത്തിൽ ഹയ്യും വാത്തനാണ്, അത് ഒരാൾക്കും ശാശ്വതമല്ല. ശാശ്വതമാത് മാലു സ്വാലിഹാത്ത്. അപ്പം അതുകൊണ്ട് അവരതിൻ്റെ പിന്നാലെ കൂടി അതിനുവേണ്ടി ടൈം ഉപയോഗപ്പെടുത്തി, യൂട്ടിലൈസ് ചെയ്തു. അതറിയാത്ത സാധുക്കളായ പച്ചപ്പാവങ്ങളായ സാധാരണക്കാരായ നമ്മൾ ദുന്യാവിൻ്റെ പിന്നാലെ നെട്ടോട്ടമോടും ചെയ്തു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെ ടൈം പരമാവധി ആഖിറത്തിലേക്ക് വേണ്ടി വല്ലതും ഒരുക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.